നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നാടൊരുമിച്ച് അമൽ ജോസഫിന് വേണ്ടി ഇനി പ്രതീക്ഷയുടെ നാളുകൾ. കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ 16-ാം ഡിവിഷനിൽ ജോസഫ് ടി.സിയുടെ മകൻ 32 വയസ്സുള്ള അമൽ ജോസഫ് ഗുരുതരമായ വൃക്ക രോഗത്തെ തുടർന്ന് നാളുകളായി ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കുക എന്നുള്ളതാണ് രോഗം ഭേദമാകാനുള്ള ഏകമാർഗം. എൻ്റെ മോന് കെട്ടിടത്തിൻ്റെ പെയിൻറ്റിങ് വർക്കായിരുന്നു. ഒരു മാസമായിട്ട് പനി പോലെ ഉണ്ടായി. രണ്ടാഴ്ചയോളം വിശ്രമത്തിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായത്. അതിനെ തുടർന്ന് ഇവിടെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടുത്തെ ചെക്കപ്പും പ്രകാരമാണ് ഞങ്ങൾ ഈ വിവരം ഞങ്ങൾക്ക് അറിയാനിടയായത്. കിഡ്നി സംബന്ധമായ എൻ്റെ കിഡ്നി ചുരുങ്ങി പോയി. എൻ്റെ പേര് അമൽ. ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ ഒരു മാസത്തിന് മേളിലായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. എനിക്ക് ഐജി നെഫ്രോപ്പതി എന്ന ഒരു കിഡ്നി ചുരുങ്ങി പോകുന്നൊരു അസുഖമാണ്. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിർധനരായ കുടുംബമാണ് അമലിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി വരുന്ന ഭീമമായ തുക താങ്ങാവുന്നതിനും അപ്പുറത്താണ്. 35 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വരുന്ന ചെലവ്. വാർഡ് കൗൺസിലർ സന്ധ്യ PR മുൻകൈയെടുത്ത് പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന്റെയും മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവന്റെയും മറ്റ് കൗൺസിലർമാരുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെയും ഇതര സംഘടനാ ഭാരവാഹികളെയും പ്രദേശവാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം കണ്ടെത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായത്തോടെ പ്രവർത്തനം വിജയിപ്പിച്ച് ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കുവയ്ക്കുന്നത്. ജനകീയ സമിതിയുടെ രക്ഷാധികാരിയായി പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബും കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവനുമാണ്. വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് ജനകീയ സമിതിയുടെ ചെയർമാനാണ്. വാർഡ് കൗൺസിലർ സന്ധ്യ PR കൺവീനറും സനൂപ് കൊളമ്പാടും ട്രഷററുമായിട്ടാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. കൂത്താട്ടോളം നഗരസഭ 16-ാം ഡിവിഷനിൽ ചെരുകുന്ന് ഭാഗത്ത് അമൽ ജോസഫ് എന്ന യുവാവ് കഠിനമായ വൃക്കരോഗം മൂലം അവശത അനുഭവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നിലവിൽ 12ഓളം ഡയാലിസിസ് കഴിഞ്ഞു. ഡോക്ടർമാർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് മാത്രമായി തന്നെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭ ചെയർപേഴ്സൺ, വാർഡ് കൗൺസിലർ, അതുപോലെ അമൽ ജോസഫിൻ്റെ പിതാവ് ജോസഫ് എന്നിവരുടെ പേരിൽ കൂത്താട്ടോളം കേരള ഗ്രാമീൺ ബാങ്ക് കൂത്താട്ടോളം ശാഖയിൽ ഒരു അക്കൗണ്ട് കൂടുകയും പൊതുജനങ്ങളിൽ നിന്ന് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ശ്രീ അമലിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള നിധി രൂപീകരണം ബഹുമാനപ്പെട്ട MLAയുടെ അധ്യക്ഷതയിലും രക്ഷാധികാരിത്വത്തിലും നമ്മൾ നടത്തി കഴിഞ്ഞു. എൻ്റെ വാർഡിലെ അമൽ ജോസഫിന് ഇപ്പം നിലവിൽ 12ഓളം ഡയാലിസിസ് കഴിഞ്ഞു. ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്ന പാവപ്പെട്ട വീട്ടിലെ കുടുംബാംഗമാണ് അമൽ ജോസഫ്. അമൽ ജോസഫിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് എല്ലാവരുടെയും ഉദാരമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.